ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും നല്ല അടിപൊളിയായിട്ടാണുള്ളത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ നാൾ കൂടിയിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ സ്പെഷ്യൽ വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്കൊരു ക്വിക്ക് റെസിപ്പി കൊടുക്കാം ആളുകൾക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. സാധാരണഗതിയിൽ ഈ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊക്കെയാണല്ലോ കടലക്കറി ഉണ്ടാക്കുക. ഇത് അങ്ങനത്തെ ആഡംബരങ്ങളൊന്നും തന്നെ അല്ല, വളരെ എളുപ്പമാണ്, ഈസിയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല എടുക്കുക. എന്നിട്ടൊരു കുക്കർ എടുത്ത് നന്നായി കടലയൊക്കെ കഴുകി അതിനകത്തിടുക. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിന, പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ പട്ട, ഗ്രാമ്പൂ, ഏലക്ക പൊടിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ കടല മുങ്ങുന്ന അളവിന് വെള്ളം ഒഴിക്കാം. ഈ മല്ലിയില പുതിനയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആവും. അപ്പോൾ നമ്മളത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വിസിൽ വയ്ക്കുക. ഒരു 3-4 വിസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കടല നന്നായി വെന്ത് കിട്ടിക്കോളും. അങ്ങനെ വെന്ത് തിളച്ച് വരണ സമയത്ത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് കുക്കർ തുറന്നിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നന്നായി മഷി പോലെ അരച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പ്ലസ് ആവശ്യത്തിന് വെള്ളവും കൂടെ, ഞാൻ ആ തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഒഴിച്ചോട്ടെ. അപ്പോൾ വെള്ളം നമുക്ക് കറക്റ്റായിരിക്കും. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ പാകമല്ലേ, ഒരുപാട് വെള്ളം ആക്കണ്ട, ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് താളിച്ച് അതിനകത്തേക്ക് ഇടുക. അപ്പോൾ താളിക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, കറിവേപ്പില, വറമുളക് അല്ലെങ്കിൽ വറ്റൽമുളക്, എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില, പുതിന ഇടുക. എന്നിട്ട് ഈ താളിപ്പ് ചാറിലോട്ട് കൊട്ടുക. ഇത്രയേ ഉള്ളൂ, ഫിനിഷ്. ഇതൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളിങ്ങനെ കടലക്കറി ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതൊരു എളുപ്പമുള്ള റെസിപ്പിയാണ്, പക്ഷേ എളുപ്പമാണെന്നുള്ളതുകൊണ്ട് ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നല്ല വീറ്റ് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയും 1 കഷ്ണം പുഴുങ്ങിയ നേന്ത്രപ്പഴവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നോർമൽ പഴം ഇഷ്ടമല്ല അധികം പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. പുഴുങ്ങിയ നേന്ത്രപ്പഴം ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.